നമസ്കാരം. ഭദ്രേ നാരായണ. ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹവും അതുവഴി സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ വാസ്തുമാർഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായൊരു വീട്. അതിനായി ഒരു മനുഷ്യായുസിന്റെ ഭൂരിഭാഗവും മാറ്റിവെക്കേണ്ടി വരുന്നു. ഇങ്ങനെ കെട്ടിയുയർത്തുന്ന വീടുകൾ ഒരു സ്വപ്നം മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം കൂടിയാണ്. ഇതിൽ വാസ്തുശാസ്ത്രത്തിന് വളരെ പങ്കുണ്ട്. വാസ്തു ശ്രദ്ധിച്ചാൽ വലിയ വിപത്തിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനായി ചെയ്യേണ്ട ചില പൊടിക്കൈകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വേദാരംഭ കാലം മുതൽ നിലനിന്നു വന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. പഞ്ചഭൂതങ്ങളായ ഭൂമി, അഗ്നി, വായു, ആകാശം, ജലം ഇവയുടെ സന്തുലനമായ പ്രകൃതിയെ അടിസ്ഥാനമാക്കിയാണ് വാസ്തുശാസ്ത്രം നിലകൊള്ളുന്നത്. വാസ്തുശാസ്ത്രം ശരിയായി പറഞ്ഞാൽ പ്രകൃതിയുടെ തത്വങ്ങളാണ്. സുഗമമായ ജീവിതത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും ഒട്ടേറെ പ്രതിവിധികൾ വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പല വസ്തുക്കൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ഭവനത്തിൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും. മഹാലക്ഷ്മി പ്രീതികരമായ ഒന്നാണ് മഞ്ഞൾ. പണം സൂക്ഷിക്കുന്നതിന് അടുത്തായി ഒരു പിടി മഞ്ഞൾ കഷ്ണങ്ങൾ വെക്കുന്നത് ലക്ഷ്മി പ്രീതികരമാണ്. അത് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി ലഭിച്ച മഞ്ഞളാണെങ്കിൽ കൂടുതൽ ഗുണകരമാണ്. ഇങ്ങനെ ചെയ്താൽ സാമ്പത്തിക ഉയർച്ച മാത്രമല്ല, കടബാധ്യതയിൽ പെടാതിരിക്കാനും ഈ മാർഗം സഹായിക്കും. വീട് തുടച്ച് വൃത്തിയാക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് തുടയ്ക്കാം. ഇത് വീടിനുള്ളിൽ അനുകൂല ഊർജം സൃഷ്ടിക്കുക മാത്രമല്ല, നല്ലൊരു അണുനാശിനി കൂടിയാണ്. കൂടാതെ ദിവസവും മഞ്ഞളും ഉപ്പും കലർത്തിയ വെള്ളം പ്രധാന വാതിലിന്റെ ഭാഗത്തു നിന്നും തുടങ്ങി വലതുവശത്തേക്ക് തിരിഞ്ഞ് വീടിന് ചുറ്റും തളിക്കുന്നതും വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വീടിനുള്ളിൽ ചിലന്തി വല കെട്ടാൻ ഒരിക്കലും അനുവദിക്കരുത്. ചിലന്തി വല കാണുന്ന സ്ഥലം പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി ഇടേണ്ടതാണ്. ഉപ്പ് ശുദ്ധീകരണത്തിന്റെ പ്രതീകമാണ്. ഇത് എല്ലാ നെഗറ്റീവ് എനർജിയെയും ആഗിരണം ചെയ്യുകയും വീടിനുള്ളിൽ ഊർജ പ്രവാഹത്തെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു പുതിയ വീട്ടിലേക്ക് മാറുകയാണെങ്കിലോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവപ്പെടുകയാണെങ്കിലോ ഒരു പാത്രം ഉപ്പ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. നെഗറ്റീവ് എനർജി ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണിത്. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് പ്രധാന വാതിൽ. പ്രധാന വാതിലിനുണ്ടാകുന്ന ഏതൊരു അശുദ്ധിയും ആ വീട്ടിൽ ജീവിക്കുന്നവരെ കാര്യമായി ബാധിക്കും. ആയതിനാൽ വീടിന്റെ മുൻവശത്തെ വാതിലിന് മുന്നിൽ ചെരുപ്പുകൾ കൂട്ടിയിടരുത്. സുഗന്ധ വസ്തുക്കളായ പനിനീർ, പച്ചക്കർപ്പൂരം, മഞ്ഞൾ എന്നിവയിൽ ഏതെങ്കിലും വെള്ളത്തിൽ കലർത്തി പ്രധാന വാതിൽ തുടച്ചു വൃത്തിയാക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജിയെ തടയാം. അതുപോലെ വാതിലിനടുത്ത് വാടിയ ചെടികൾ ഉണ്ടാകുന്നതും ഒഴിവാക്കേണ്ടതാണ്. അടുക്കള എപ്പോഴും വളരെ ശുചിത്വത്തോടെ സൂക്ഷിക്കേണ്ടതാണ്. ദിവസവും രാത്രിയിൽ അടുക്കള വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. പഴകിയ ആഹാര സാധനങ്ങൾ ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. കഴുകാനുള്ള പാത്രങ്ങൾ കൂട്ടിയിടുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും. മാസത്തിൽ ഒരു ദിവസം ഡോർ, കർട്ടൻ എല്ലാം കഴുകിയിടുന്നത് ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ബാത്റൂമിന്റെ വാതിൽ എപ്പോഴും അടച്ചിടുന്നതും നനവ് തട്ടാത്ത ഭാഗത്ത് ഒരു പാത്രത്തിൽ അല്പം കല്ലുപ്പ് വയ്ക്കുന്നതും നെഗറ്റീവ് എനർജിയെ തടയാനായിട്ട് സഹായിക്കും. രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിച്ച് കർപ്പൂരമോ ദശാംഗമോ കത്തിക്കുന്നത് വാസ്തുദോഷം മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. ഏറ്റവും പ്രധാനം വൃത്തിയായി വീട് പരിപാലിക്കുക എന്നതാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി. വീണ്ടും കാണാം. ഭദ്രേ നാരായണ.